ഫുക്രിയിലേക്ക് സ്വാഗതം. കിലിയൻ എംബാപ്പെ ഫ്രഞ്ചുകാരുടെ ഓമനപുത്രനാണ്. ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച പുതിയ തലമുറയിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. മെസ്സിക്കും ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ശേഷം ആര് എന്ന് ലോക ഫുട്ബോളിൽ ആരും ചോദിക്കേണ്ട കാര്യമില്ല. അത് കിലിയൻ എംബാപ്പയാണ്. ആ സിംഹാസനത്തിലേക്ക് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കഴിഞ്ഞ ആ സിംഹാസനത്തിലേക്ക് ഒരുപക്ഷെ അവർ കളിക്കുമ്പോൾ തന്നെ അവരുടെ ഒപ്പം ആ സിംഹാസനത്തിലുള്ളൊരു കളിക്കാരനാണെന്ന് കൂടി എംബാപ്പയെ കുറിച്ച് പറയേണ്ടി വരും. എന്തായാലും എംബാപ്പെ ഈ തൻ്റെ മുന്നിൽ നടന്ന ഇതിഹാസങ്ങളായ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അതായത് ഫാൻറ്റസി ഫുട്ബോൾ പ്ലാറ്റ്ഫോമായ സൊരാറേയോടാണ് എംബാപ്പെ തൻ്റെ ഉള്ളു തുറന്നത്. കുട്ടിക്കാലത്ത് തൻ്റെ പ്രധാനപ്പെട്ട തൻ്റെ മാതൃക ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു, CR7 ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എംബാപ്പെ പറയുന്നുണ്ട്. താൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു എന്ന് യാതൊരു സംശയവുമില്ലാതെ എംബാപ്പെ പറയുന്നുണ്ട്. ഈ രണ്ട് കളിക്കാരും, അതായത് മെസ്സിയും റൊണാൾഡോയും ഇതിഹാസ താരങ്ങളാണ്, വേറെ ലെവലാണ് എന്നാണ് പുള്ളി പറയുന്നത്. അവർ രണ്ടുപേരും വേറൊരു തരത്തിലാണ്. രണ്ടുപേരും കമ്പയർ ചെയ്യാൻ പറ്റില്ല, താരതമ്യം ചെയ്യാനേ കഴിയില്ല. രണ്ടുപേരും വ്യത്യസ്ത കളിക്കാരാണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ കളിക്കുന്നവരാണ്. പൊതുവേ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ധാരണയുണ്ട്, അതായത് മെസ്സി ജന്മന കഴിവുള്ളയാളും ക്രിസ്ത്യാനോ റൊണാൾഡോ കഠിനാധ്വാനത്തിലൂടെ പരിണമിച്ചു വന്ന ഒരു കളിക്കാരനുമാണെന്ന്. ഇത് തെറ്റാണ് എന്ന് എംബാപ്പെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് പകരം അങ്ങനെ ഏതെങ്കിലും ഫുട്ബോൾ പ്രേമി പറയുകയാണെങ്കിൽ അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. അതായത് മെസ്സി അത് കഠിനാധ്വാനം ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, റൊണാൾഡോയ്ക്ക് കഴിവേ ഇല്ല എന്ന് ഒരു ഫുട്ബോൾ പ്രേമി പറയുകയാണെങ്കിൽ അവർക്ക് തെറ്റാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിനർത്ഥം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ ഫുട്ബോൾ പരിശീലിച്ചിട്ടില്ല എന്നാണ്. അതായത് മെസ്സിയും റൊണാൾഡോയും എന്നാണ് ആ പറയുന്നതിനർത്ഥം എന്നുകൂടി എംബാപ്പെ പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്ന് ഖണ്ഡിക്കുന്നുണ്ട് കിലിയൻ എംബാപ്പെ. എന്ത് തന്നെ ആയാലും ആ നിലയിൽ രണ്ട് കളിക്കാരെയും കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രണ്ടുപേരും വ്യത്യസ്തരാണ്, അതുകൊണ്ട് നേരിട്ടൊരു വിലയിരുത്തൽ അസാധ്യമാണ് എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ക്രിസ്ത്യാനോ വലങ്കാൽ കളിക്കാരനാണ്. വലങ്കാലാണ് അയാളുടെ പ്രധാനപ്പെട്ട ആയുധം. മെസ്സി ഇടങ്കാൽ കളിക്കാരനാണ്. അപ്പോൾ ക്രിസ്ത്യാനോയ്ക്ക് ഉയരമുണ്ട്, മെസ്സി അല്പം മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ആളാണ്. ക്രിസ്ത്യാനോ ഉയരം കൂടിയ ആളാണ്, മെസ്സി ഉയരം കുറഞ്ഞ ആളാണ്. ക്രിസ്ത്യാനോ കരുത്തനാണ്. അതേസമയം മെസ്സി കൂടുതൽ മെലിഞ്ഞ ഒരാളാണ്, കൂടുതൽ ഒരു വര പോലെ ഇരിക്കുന്ന ഒരാളാണ്. ക്രിസ്ത്യാനോയ്ക്ക് ഷോട്ട് പവർ ഉള്ളപ്പോൾ മെസ്സിക്ക് മെച്ചപ്പെട്ട വിഷനുണ്ട്, കാഴ്ച മെച്ചപ്പെട്ടതാണ് മെസ്സിയുടെ എന്ന് കൃത്യമായി ഇരു കളിക്കാരെയും വിലയിരുത്തിക്കൊണ്ട് എംബാപ്പെ പറയുന്നു. തികച്ചും വ്യത്യസ്തനാണ് ഇരുവരും, അതുകൊണ്ടാണ് രണ്ടുപേരും ഇതിഹാസ തുല്യരായത് എന്ന് റൊണാൾഡോയെയും മെസ്സിയെയും കുറിച്ച് എംബാപ്പെ പുതിയ മോഡേൺ ജനറേഷനിലെ മോഡേൺ ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിലൊരാളായ കിലിയൻ എംബാപ്പെ പറയുന്നു. ഒപ്പം അദ്ദേഹം വരാൻ പോകുന്ന ലോകകപ്പിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ അർജൻറ്റീനയോട് ഫൈനലിൽ തോറ്റു, അതിനു മുമ്പത്തെ ലോകകപ്പ് ജയിച്ചു. കഴിഞ്ഞ തവണത്തെ ഫൈനൽ എക്കാലത്തെയും മികച്ച ഫൈനലായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനത് വീണ്ടും കാണാറില്ല, കാരണം അത് കണ്ടാൽ പഴയ സങ്കടങ്ങൾ ഉള്ളിൽ ഉണരും. അതുകൊണ്ട് ഞാൻ ആ ഫൈനൽ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ തോൽവികളിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് എംബാപ്പെ പറയുന്നത്. എന്തായാലും എംബാപ്പെ എല്ലാം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു.